നമസ്തേ വെച്ചു എല്ലാവർക്കും സിറ്റി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ പേഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. പേഡ് കവിതയാണ് കേട്ടോ. അപ്പോൾ കിസ്വിതാക്കി രചന എന്ന് ചോദിക്കാം. അപ്പോൾ കവിതയാണ് പേഡ്. കിസ്നെ ലിഖാഹെ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് താഴെ കൊടുത്തിട്ടുണ്ട്. സുശീൽ ശുക്ല. അപ്പോൾ ആരാണ് എഴുതിയത്? കിസ്നെ ലിഖാഹെ, സുശീൽ ശുക്ല. പേഡ് എന്ന് പറയുന്ന കവിതയാണ്, സുശീൽ ശുക്ലാണ് എഴുതിയത്. ഇനി നമുക്ക് കവിതയിലേക്ക് പോവാം. പേഡ് തും പേഡ് നഹി തും ദർജി. അല്ലേ? കവി പറയുകയാണ്, പേഡിനോട് പറയുകയാണ്. പേടെന്താണ്? മരം അല്ലേ? പേഡ് നമ്മുടെ കവിതയുടെ പേര് തന്നെ എന്താണ്? പേഡ്, വൃക്ഷ, മരം എന്നൊക്കെയാണ് അല്ലേ? അപ്പോൾ പേഡിനോട് കവി പറയുകയാണ്, മരമേ നീ ഒരു മരമല്ല അല്ലേ? തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലേ? പേഡ് നഹി മരമല്ല, മറിച്ച് എന്താണ്? തും ദർജി എന്ന് പറഞ്ഞാൽ തയ്യൽക്കാരൻ അല്ലേ? നെയ്യുന്ന ആളാണ്, നെയ്ത്തുകാരൻ, തയ്യൽക്കാരൻ എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ പേഡ് നഹി തും ദർജി. തുമ്നെ കിത്തിനെ സിലേ ഖോസിലേ അല്ലേ? തയ്യൽക്കാരുടെ പ്രത്യേകത എന്താ? തയ്ക്കുന്ന ആൾക്കാർ എല്ലാം നെയ്തെടുക്കും, തയ്ച്ചെടുക്കും അല്ലേ? അപ്പോൾ പറയാണ്, കിത്തിനെ സിലേ ഖോസിലേ, നിങ്ങൾ എത്ര സിൻസിലേ. കിത്തിനെ എന്ന് പറഞ്ഞാൽ എത്ര, സിലേ നെയ്തിട്ടുണ്ട്. എന്താണ്? ഖോസിലേ എന്ന് പറഞ്ഞാൽ നെസ്റ്റ്, കൂടുകൾ അല്ലേ? കിളിക്കൂടുകൾ അല്ലേ? അപ്പോൾ മരത്തിൽ ഒരുപാട് കൂടുകളുണ്ട് അല്ലേ? അപ്പോൾ കവി പറയണ കൂടുകളെ നിങ്ങൾ തയ്ച്ചിട്ടുണ്ട്, തുന്നി ചേർത്തിട്ടുണ്ട്. കിത്തിനി സീലി ഹവായെ, കിത്തിനി എത്ര, ഹവായെ എന്ന് പറഞ്ഞാൽ കാറ്റ്. അപ്പോൾ കാറ്റുകളെ നിങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ധൂപ് സിലി തോ ബിഖർ ഗയി, ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ, സിലി തോ ബിഖർ ഗയി എന്ന് പറഞ്ഞാൽ ചിതറി വീഴുക. എന്താണ് ചിതർന്നു? അതാണ് കത്തറിൻ ഛായായെ, അതായത് കഷ്ണം, കത്തറിൻ എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളാക്കി, പീസായിട്ടുള്ള നിഴലുകളായിട്ട്, ഛായായും നിഴലുകളായിട്ട് നിങ്ങൾ വെയിലിനെ തുന്നിച്ചേർത്തപ്പോൾ അത് ബിഖർ ഗയി, ചിതറിപ്പോയിരിക്കുന്നു. അതായത് നമുക്കറിയാം, മരത്തിനിടയിൽ കൂടി വെയിൽ താഴേക്ക് പതിക്കുമ്പോൾ നിഴലുകൾ ഇങ്ങനെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ കവി പറഞ്ഞിരിക്കുന്നത് എന്താണ്? മരത്തിലൂടെ, അതായത് വെയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ വെയിലിനെ നിങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ അത് ചിതറിപ്പോയി എന്നാണ് പറയുന്നത്, കഷ്ണങ്ങളായിട്ട് ചിതറിപ്പോയി എന്നാണ് പറയുന്നത്. പേഡ് നഹി തും ദർജി. വീണ്ടും പറയാണ്, മരമേ നിങ്ങൾ മരമല്ല, നിങ്ങളൊരു തയ്യൽക്കാരനാണ് അല്ലേ? നിങ്ങൾ തയ്യൽക്കാരനാണ്. മിട്ടി സിൽക്കർ രംഗ് ബനായി, മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ് തുന്നിച്ചേർത്ത് രംഗ് ബനായി, രംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിറം അല്ലേ? നിറമുണ്ടാക്കി. പാനി സില ആകാശ്, വെള്ളം ചേർത്ത് എന്തുണ്ടാക്കി? വെള്ളത്തെ തുന്നി ആകാശമുണ്ടാക്കി. മിട്ടി രംഗ് ഹവ പാനി കി ജോഡ് ദിയ തരാശ. അവിടെ 4 കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ലൈനിൽ. എന്താണ്? മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്, രംഗ് നിറം, ഹവ കാറ്റ്, പാനി വെള്ളം, ജൽ അല്ലേ? അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഇതൊക്കെയാണ്: മണ്ണ്, നിറം, കാറ്റ്, ജലം. ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾ എന്താണ്? ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് നിങ്ങളൊരു രൂപം നൽകി അല്ലേ? അപ്പോൾ ഈ 4 കാര്യങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് എന്താണ്? അതിനൊരു രൂപം നൽകി എന്നാണ് പറയുന്നത്. അപ്പം മണ്ണ്, നിറം, കാറ്റ്, വെള്ളം ഇവയെ രൂപപ്പെടുത്തി ചേർത്തിരിക്കുന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും പറയാണ്, പേഡ് നഹി തും ദർജി, മരമേ നിങ്ങൾ മരമല്ല, ദർജി തയ്യൽക്കാരാണ്. തുമ്നെ കിത്തനെ സിലേ കിനാരെ, നിങ്ങൾ എത്ര കിനാരെ എന്ന് പറഞ്ഞാൽ തീരങ്ങളെയാണ് തുന്നിച്ചേർത്തിരിക്കുന്നത്. കിത്തനി സീലി ജമീനെ എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥങ്ങളുണ്ട്. ജമീനെ എന്ന് പറഞ്ഞാൽ ഭൂമി, തറ, മണ്ണ്. അപ്പോൾ ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് അല്ലേ? കിത്തനി സീലി ജമീനെ, എത്ര ഭൂമികളെ തുന്നിച്ചേർത്തിരിക്കുന്നത്, അതായത് എത്ര മണ്ണുകളെ നിങ്ങൾ ചേർത്ത് തുന്നിയിരിക്കുന്നു. രംഗ് മഹക്ക് ഹുയി സിലായി ഫൂൽ സിലേ പശുമീനെ. രംഗ് എന്ന് പറഞ്ഞാൽ നിറം, മഹക്ക് സുഗന്ധം. അപ്പോൾ ഈ രംഗ് നിറവും സുഗന്ധവും, ഹുയി സിലായി അല്ലേ? ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് എന്താണ്? തുന്നിച്ചേർത്ത് ഫൂൽ സിലേ പശ്മീനെ എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ് ആയിട്ടുള്ള കമ്പിളി വസ്ത്രം, അതായത് പൂക്കളിൽ അല്ലേ? പൂക്കളെ കൂട്ടിച്ചേർത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പിളി വസ്ത്രം പോലെയാക്കി നിങ്ങൾ തുന്നിയെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. പേഡ് നഹി തും ദർജി, നിങ്ങൾ മരമല്ല, തയ്യൽക്കാരാണ്. ആമമേ ആമക്കെ സ്വാദ് സിലേഹെ, ആമമേ
മാങ്ങയിൽ മാങ്ങയുടെ സ്വാദ് തുന്നിച്ചേർത്തിരിക്കുന്നു. ജാമൂൻ മേം ജാമൂൻ കെ, അല്ലേ? ജാമൂൻ എന്ന് പറഞ്ഞാൽ ഞാവൽപ്പഴം, അല്ലേ? ഞാവൽപ്പഴത്തിൽ ഞാവലിൻ്റെ സ്വാദ്, ഞാവൽപ്പഴത്തിൻ്റെ സ്വാദ്. ബാഗ് മേം ബാഗ് കെ സ്വാദ്, തോട്ടത്തിൽ തോട്ടത്തിൻ്റെ സ്വാദ് സിലേഹെ തുന്നിച്ചേർത്തിരിക്കുന്നു. വനക്കെ പേട് മേം വനക്കെ, വൻ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, അല്ലേ? വനം, കാട്. അപ്പോൾ കാട്ടിലെ മരത്തിൽ കാടിൻ്റെ സ്വാദ് തുന്നിച്ചേർത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീണ്ടും പറയണ കവി, പേട് തും പേട് നെഹി തും ദർജി, നിങ്ങൾ മരമല്ല, തും ദർജി, ദർജി തയ്യൽക്കാരനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ മരം ഒരു നല്ല നെയ്ത്തുകാരൻ, ഒരു തയ്യൽക്കാരനെ പോലെയാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂട്ടി യോജിപ്പിക്കുന്നു മരം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളൊരു മരമല്ല, ഒരു തയ്യൽക്കാരൻ്റെ രൂപമാണെന്ന് മരത്തിനോട് കവി പറയുന്നതാണ്. അപ്പോൾ ഈ കവിത എല്ലാവർക്കും ഇഷ്ടമായി, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസറുകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുപോലെ ഇതിൽ പോസ്റ്ററുകളുണ്ട്, സഹി മിലൻ കരയുണ്ട്, അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറുകളുണ്ട്. ഇതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. ഇതിൻ്റെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക. ധന്യവാദം.